ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട് ക്ലീൻ ചെയ്യാൻ നിൽക്കുവാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ കൂടെ കെസിയയും വന്നു. നമ്മൾ കുഞ്ഞുങ്ങൾ വെക്കേഷൻ ടൈമിലൊക്കെ വെറുതെ മൊബൈലും ടി വിയും ഒക്കെ കണ്ടിരിക്കാതെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ ജോലികളൊക്കെ അവരെ കൊണ്ട് ചെയ്യിക്കണം കേട്ടോ. അപ്പോൾ അത് അവർക്ക് ഒരു പ്രാക്ടീസാവും. അതല്ലെങ്കിൽ അവരെ ഒരുപാട് മടി ഉള്ളവരായിട്ട് മാറും. അതുകൊണ്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ അവരെ കൊണ്ട് ചെറുതിലേ തന്നെ ചെയ്യിപ്പിച്ച് ശീലിക്കണം കേട്ടോ. പിന്നെ അപ്പോഴേക്കും ഞാൻ വിചാരിച്ചു നമുക്ക് ഇന്നത്തെ ഉച്ചയൂണ്, രാച്ചേട്ടൻ ഉച്ചയൂണിന് വരും കേട്ടോ. അപ്പം അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് പ്രിപ്പറേഷൻ ഒന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണിച്ചാലോ എന്നൊരു ഐഡിയ തോന്നി. അങ്ങനെ ഇന്ന് എനിക്ക് രാവിലെ അയിലയാണ് കിട്ടിയത് കേട്ടോ. 1/2 കിലോ അയില, വലിയൊരു. അപ്പോൾ അത് ഞാൻ ആദ്യം ക്ലീൻ ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ഉച്ചയൂണിൻ്റെ പ്രിപ്പറേഷൻ കാണാം. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഉച്ചയൂണിന് റെഡിയാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കറികൾ അയിലക്കറി, അയില ഫ്രൈ, പിന്നെ ഒരു തക്കാളി രസം, പിന്നെ നമ്മുടെ ഷുഗർ സ്പെഷ്യൽ പാവയ്ക്കാത്തോരൻ. ഇത് മൂന്നുമാണ് ഞാൻ ഇന്നത്തെ ഉച്ചയൂണിന് കറിയായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എൻ്റെ അരിയൊക്കെ ഞാൻ പകുതി വേവിച്ചിട്ട് റൈസ് കുക്കറിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ്. അതുകൊണ്ട് ചോറിൻ്റെ കാര്യത്തിൽ പേടിക്കണ്ട. അപ്പം നമുക്ക് കറി റെഡിയാക്കാം. ഓക്കെ ഓക്കെ. റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടി നമുക്ക് വേണ്ട ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, തക്കാളി. ഇതെല്ലാമാണ് വറയ്ക്ക് ആവശ്യം കേട്ടോ. പിന്നെ ഇനി അരപ്പ് വേണ്ട, ഇത് പുറകെ കാണിക്കാം. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, ഇത് പൊടി ഐറ്റംസ് ആണ്. 2 സ്പൂൺ എരിവെള്ള മുളക് പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയുമാണ് ഞാൻ അയില കറിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് കേട്ടോ. തക്കാളി, പച്ചമുളക്. അന്ന് അമ്മച്ചിക്കൂട്ടിൽ നമ്മൾ ഇതെല്ലാം കൂടെ വെള്ളത്തിൽ മിക്സ് ചെയ്യുമായിരുന്നു. അരപ്പ് ഇതരപ്പ് നീര് കിട്ടും. പുളിവെള്ളം, നേരത്തെ കുടംപുളി എടുത്ത് വെള്ളത്തിൽ നല്ല ഇത് ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ. നന്നായിട്ട് പുളിയൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് അയില കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അങ്ങനെ എൻ്റെ അയിലയുടെ പുളിയെല്ലാം നന്നായിട്ട് തിളച്ചിറങ്ങി വരുന്നുണ്ട്. നമുക്ക് കൂട്ടി വെച്ച കഷ്ണം ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട്
ഇനി ഒന്ന് സെറ്റാവട്ടെ. അതിനുള്ള അരപ്പാണ്. ഇതിൽ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, കുറച്ച് കുരുമുളക്, പെരുംജീരകം ഇത്രയും ചേർത്ത് ഞാൻ അരപ്പാക്കിയതാണ് കേട്ടോ. ഫ്രൈക്ക് വേണ്ടിയുള്ളതാണേ. നമുക്ക് നമ്മുടെ അയിലക്കുട്ടനെ അരപ്പ് പുരട്ടി അടിപൊളിയാക്കാം. കൊടുക്കാമെന്നല്ലേ. അപ്പം നമുക്കിത് എന്തായാലും അയിലീന് കൊടുക്കണ്ട, രാജേട്ടന് കൊടുക്കാം. ഓക്കെ. അടുത്തത് തോരന് വേണ്ടി ഞാനൊരു പാവയ്ക്ക തോരൻ വെക്കാമെന്ന് വെച്ചു കേട്ടോ. പാവയ്ക്ക തോരനാകുമ്പോൾ എനിക്ക് ഇച്ചിരി ഷുഗറൊക്കെ ഇച്ചിരി ലെവല് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഇച്ചിരി കുറയാൻ വേണ്ടി പാവയ്ക്ക ആക്കിയാലോ ഇന്ന് തോരൻ. അങ്ങനെ ഇനി പാവയ്ക്ക തോരൻ വെക്കാൻ പോവുകയാണേ. നമ്മുടെ പാവയ്ക്ക തോരൻ ഇങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ റെസിപ്പി ഓൾറെഡി ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ അയിലക്കറി റെഡിയായി. പാവയ്ക്കാത്തോരൻ അടുപ്പത്തിരിക്കുന്നു. അപ്പം ഒഴിച്ചുകൂട്ടിന് എന്തെങ്കിലും വേണ്ടേ ഊണിന്? അപ്പം ഞാൻ വിചാരിച്ചു ഒരു തക്കാളി രസം ഉണ്ടാക്കാമെന്ന്. അതിന് ഇച്ചിരി തക്കാളി, ഇച്ചിരി സവോള, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, ഇച്ചിരി ജീരകം, പച്ചമുളക് എല്ലാം കൂടി ചതച്ചതാണ് കേട്ടോ. നമുക്ക് രസം റെഡിയാക്കാം. മല്ലിപ്പൊടി മാത്രം ഞാൻ ലേശം കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഉപയോഗിക്കത്തുള്ളൂ. അങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ എൻ്റെ ഇന്നത്തെ ഉച്ചയൂണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. സ്പെഷ്യൽ അയലക്കറി, പിന്നെ ഷുഗർ സ്പെഷ്യൽ പാവയ്ക്ക തോരൻ, പിന്നെ അതിൻ്റെ കൂടെ ഒഴിച്ചു കൂട്ടായിട്ട് ഞാനൊരു രസം ഉണ്ടാക്കി കേട്ടോ. ഇച്ചിരി കുടിച്ച് നോക്കിക്കേ, കൊള്ളാമോ? ഇനി സ്പെഷ്യൽ ഫ്രൈ, ഇച്ചിരി ചോറെടുത്തു, നമ്മുടെ സ്പെഷ്യൽ രാജേട്ടന് തലയാണ് ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് രാജേട്ടന് സ്പെഷ്യൽ അയിലത്തല കൊടുക്കാം. പിന്നെ സ്പെഷ്യൽ ഫ്രൈയും രാജേട്ടന് തല തന്നെ വേണം കേട്ടോ. അയിലത്തല അളിയനും കൂട്ടാന്നല്ല. പിന്നെ നമ്മുടെ പാവയ്ക്ക ഷുഗർ സ്പെഷ്യൽ പാവയ്ക്ക തോരൻ, പിന്നെ നമ്മുടെ ദഹനത്തിനുള്ള രസം. എൻ്റെ ഉച്ചയൂണ് ഇഷ്ടമായോ? ഓക്കെ, അങ്ങനെ ഉച്ചയൂണ് കൊള്ളാം.